ഐഫോൺ നിരയിൽ ചരിത്രപരമായ ഒരു വഴിത്തിരിവിനൊരുങ്ങുകയാണ് ടെക് ഭീമനായ ആപ്പിൾ. 2026 സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന മെഗാ ലോഞ്ച് ഇവന്റിൽ ഐഫോൺ 18 അടിസ്ഥാന മോഡലോ ഐഫോൺ എയർ 2 പതിപ്പോ പുറത്തിറക്കാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ടുകൾ. ഐഫോൺ നിരയിൽ ചരിത്രപരമായ ഒരു വഴിത്തിരിവിനൊരുങ്ങിയിരിക്കുകയാണ് ടെക് ഭീമനായ ആപ്പിൾ. 2026 സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന മെഗാ ലോഞ്ച് ഇവന്റിൽ ഐഫോൺ 18 അടിസ്ഥാന മോഡലോ അതേസമയം ഐഫോൺ എയർ 2 പതിപ്പോ പുറത്തിറക്കാൻ സാധ്യതയില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പകരം ഐഫോൺ 18 പ്രോ സീരീസിനൊപ്പം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തങ്ങളുടെ ആദ്യത്തെ ഫോൾഡബിൾ ഐഫോൺ അവതരിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ ആഴ്ച പുറത്തുവിട്ട ചില റിപ്പോർട്ടിലാണ് ആപ്പിളിന്റെ ഈ വലിയ തന്ത്രപരമായ മാറ്റത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഐഫോൺ 18 ബേസ് മോഡൽ ഉപേക്ഷിക്കാനുള്ള ആപ്പിളിന്റെ തീരുമാനം ഉൽപ്പന്നങ്ങളുടെ അവതരണ തന്ത്രത്തിൽ കമ്പനി കൊണ്ടുവരുന്ന വലിയൊരു മാറ്റമായിരിക്കും. 2026 ലോഞ്ച് ഇവന്റിൽ 3 മോഡലുകൾ മാത്രമേ പ്രഖ്യാപിക്കൂ. ഐഫോൺ 18 പ്രോ, ഐഫോൺ 18 പ്രോ മാക്സ്, ഐഫോൺ ഫോൾഡബിൾ എന്നിവയാണവ. അടിസ്ഥാന മോഡലായ ഐഫോൺ 18 പുറത്തിറക്കുന്നത് ആപ്പിൾ വൈകിപ്പിക്കാനും സാധ്യതയുണ്ട്. 2027 തുടക്കത്തിൽ പുതിയ ഐഫോൺ എയർ 2 അനാച്ഛാദനം ചെയ്യുമ്പോൾ ഇത് പുറത്തിറക്കാനാണ് കമ്പനി ആസൂത്രണം ചെയ്യുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ വർഷം പുറത്തിറങ്ങിയ ഐഫോൺ 17 അടിസ്ഥാന മോഡലിന് ആപ്പിൾ കാര്യമായ അപ്ഗ്രേഡുകൾ നൽകിയത് എന്തിനാണെന്ന് പലരും അത്ഭുതപ്പെട്ടിരുന്നു. അതിന് പിന്നിലെ യുക്തി ഈ പുതിയ റിപ്പോർട്ടിൽ വിശദമാവുന്നുണ്ട്. ഐഫോൺ 17 ബേസ് മോഡലിന് 120 ഹെർട്സ് ഡിസ്പ്ലേയും മെച്ചപ്പെടുത്തിയ ക്യാമറകളും ലഭിച്ചത് വലിയ വർധനവില്ലാതെയാണ്. ഇത് പ്രോ മോഡലുകൾക്ക് വലിയ തുക ചിലവഴിക്കാൻ ആഗ്രഹിക്കാത്ത ഉപയോക്താക്കൾക്ക് ഐഫോൺ 17 എളുപ്പമുള്ള തിരഞ്ഞെടുപ്പാക്കി മാറ്റും. 2026 ബേസ് മോഡൽ ഒഴിവാക്കാൻ തീരുമാനിച്ചതിനു പിന്നിലെ തന്ത്രപരമായ നീക്കമായി ഇതിനെ വിലയിരുത്താം. 2026 ഷോയിലെ പ്രധാന ആകർഷണം ഐഫോൺ ഫോൾഡ് ആയിരിക്കും. ഐഫോൺ 18 പ്രോ സീരീസ് സമാന രൂപകൽപ്പനയോടെ വരുമെങ്കിലും ക്യാമറകളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.